നിലവിലെ സംസ്ഥാനത്താണോ 90% എന്ന് പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ എല്ലാ ജില്ലകളിലും ഏതാണ്ട് 90%-ഓളം കുട്ടികൾക്ക് കൈത്തറി യൂണിഫോം എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണോ? ഞാൻ പറയാം. ശതമാനത്തിനാണ് ശതമാനം ഇപ്പോൾ എഴുതുന്നത് ഓരോ ജില്ലയുടെ. അതായത് ജില്ലയിൽ ഏറ്റക്കുറച്ചിലുണ്ട്. പൊതുവിൽ ഞാൻ പറയാം, പൊതുവിൽ തിരുവനന്തപുരം 85%, കൊല്ലം 90%, പത്തനംതിട്ട 75%. ഈ നിലയിൽ എല്ലാ ജില്ലകളിലെയും കണക്കെൻ്റെ ഉണ്ട്. അത് എത്തിയിട്ടുള്ളതാണ്. ഇന്നും നാളെയും കൊണ്ട് ബാക്കി തുണിയും കൂടി എത്തിച്ചേരും. അതിന് യൂണിഫോം കൂടി എത്തിച്ചേരും. അല്ലാതെ ആദ്യമായി തുടക്കത്തിൽ നമ്മുടെ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞത് യൂണിഫോം ഒരു സ്ഥലത്തും എത്തിച്ചേർന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് വസ്തുതയായിട്ട് യാതൊരു ബന്ധവുമില്ല ഉള്ള കാര്യമല്ല. നമ്മൾ വസ്തുത പറയുന്നതിൽ ഒരു തെറ്റുമില്ല. അത് ഞാൻ തീർച്ചയായും അങ്ങനെ ഏതെങ്കിലും തരത്തിൽ കണക്കിൽ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുന്നത് കൊണ്ട് ഞങ്ങൾക്കും ബുദ്ധിമുട്ടില്ല മിനിസ്റ്റർ. കാരണം അത് പൂർണ്ണമായും സാധ്യമാവുക എന്ന ലക്ഷ്യമാണല്ലോ മിനിസ്റ്റർക്കും ഉള്ളത്, ഞങ്ങൾക്കും ഉള്ളത്. അതുകൊണ്ട് ആ നിലയിൽ എന്തെങ്കിലും തരത്തിൽ തിരുത്തലുകൾ വരുത്തണമെങ്കിൽ നിങ്ങളുടെ വിമർശനം കുറച്ചുകൂടെ പരിശോധിക്കാനും ഞങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ട്. കുഴപ്പമില്ല, കുറച്ചുകൂടെ ആഴത്തിൽ പരിശോധിക്കാനും ആ വിമർശനം ഞങ്ങൾക്ക് പ്രയോജനപ്പെടും. മിനിസ്റ്റർ, ഇതിനകത്ത് 2024-25 അധ്യയന വർഷത്തിൽ 9 ലക്ഷം വിദ്യാർത്ഥികൾക്ക് 39.8 ലക്ഷം മീറ്റർ കൈത്തറി തുണിയാണ് വിതരണം ചെയ്യുന്നത്. 81.26 കോടി രൂപ പദ്ധതിക്കായി അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷത്തേത് ബാക്കിയുണ്ട്, ഈ വർഷം തന്നെ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിയുമായിട്ടാണോ നമ്മളൊക്കെ ചേർത്ത് വായിക്കേണ്ടത്? അല്ല, ഇത് രണ്ട് തരത്തിലാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. ഒന്ന്, കഴിഞ്ഞ പ്രാവശ്യം 22-23 അനുവദിച്ച ബഡ്ജറ്റ് എന്ന് പറഞ്ഞത് ഈ സ്കൂൾ യൂണിഫോം ഗവൺമെൻറ് സ്കൂളിൽ കൊടുക്കുന്ന 1200 രൂപയുടെ യൂണിഫോമിൻ്റെ കാശും 600 രൂപ കൊടുക്കുന്ന എയ്ഡഡ് മാനേജ്മെൻറ്റിൻ്റെ കാശും ഇത് രണ്ടും കൂടെ ഒരു ഹെഡിലാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ വന്നപ്പോൾ ഉള്ള ഒരു പ്രശ്നം ഉണ്ടായതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കാശ് ഡിവൈഡ് ചെയ്യുന്നതിന് വേണ്ടി പിന്നെ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ച പോലെ സാമ്പത്തിക പ്രതിസന്ധിയും കാരണം അലോട്ട്മെൻറ്റ് നടത്തിയ മുഴുവൻ കാശും കിട്ടാത്തൊരു സാഹചര്യം വന്നു. എന്നാൽ പിന്നെ പല ഘട്ടങ്ങളിലായിട്ട് സമ്മർദ്ദം ചെലുത്തിയതിൻ്റെ ഫലമായിട്ട് പിന്നെ നമുക്ക് കാശ് കിട്ടിയായിരുന്നു. അത് കിട്ടിയതിൽ ഭൂരിപക്ഷം പിന്നെ വരുന്ന ഫണ്ടും ഈ കൈത്തറി യൂണിഫോമിന് കൊടുക്കേണ്ട സാഹചര്യം പിന്നെ വന്നു. കുറച്ച് താമസിച്ചിട്ടാണ് ഈ സ്കൂളുകൾ എയ്ഡഡ് മാനേജ്മെൻറ്റ് സ്കൂളിൽ കൊടുക്കേണ്ട കാശ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് കാശിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. അതാണ് ഒരു കാര്യം അതിൽ ഉള്ളത്. ഇപ്രാവശ്യം ആ പ്രശ്നം ഉദിക്കുന്നില്ല, അത് പരിഹാരം കണ്ടിട്ടുണ്ട്. ഈ സ്കൂൾ കുട്ടികൾക്ക് യൂണിഫോം 2 ജോഡി നൽകുക എന്നതിനോടൊപ്പം തന്നെ കൈത്തറി തൊഴിലാളികൾക്ക് നേരത്തെ അവർക്ക് 2016 ഈ പദ്ധതി തുടങ്ങുന്നതിന് മുമ്പ് മിനിസ്റ്റർക്ക് അറിയാവുന്നതുപോലെ പ്രതിദിനം 100 രൂപയായിരുന്നു വരുമാനം കിട്ടിയിരുന്നത്. സ്കൂൾ കുട്ടികൾക്ക് കൈത്തറി തുണി സൗജന്യമായി സർക്കാർ നൽകാൻ തീരുമാനിച്ചതോടുകൂടി അവരുടെ പ്രതിദിന വരുമാനം 600 രൂപയായി വർദ്ധിക്കുകയും ചെയ്തു. അപ്പോൾ ഈ കുട്ടികൾക്ക് നൽകുന്ന കൈത്തറി തുണിയുടെ പണം യഥാർത്ഥത്തിൽ കൈത്തറി കർഷകർക്ക് നൽകിയിട്ടില്ല, അല്ലെ കൈത്തറി തൊഴിലാളികൾക്ക് നൽകിയിട്ടില്ല എങ്കിൽ, അത്തരം വ്യവസായത്തിലേക്ക് നൽകിയിട്ടില്ല എങ്കിൽ അവരും ബുദ്ധിമുട്ടിലാകുമെന്നുള്ളൊരു പ്രശ്നമില്ലേ സാർ? താങ്കൾ പറഞ്ഞത് ശരി തന്നെയാണ്. നമ്മുടെ കൈത്തറി യൂണിഫോമിൻ്റെ പദ്ധതി ആവിഷ്കരിച്ചത് തന്നെ 2 രൂപത്തിലാണ്. ഒന്ന്, കുട്ടികൾക്ക് പിന്നെ ഒരു പ്രോത്സാഹനം. 2, ഏറ്റവും പ്രധാനപ്പെട്ട കൈത്തറി നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസായമാണ്. 10,000-കണക്കിന് തൊഴിലാളികൾ അത് വെച്ച് ജീവിക്കുന്നവരാണ്. അപ്പോൾ ഈ ആഗോളവൽക്കരണത്തിൻ്റെയും ഉദാരവൽക്കരണത്തിൻ്റെയും കാലഘട്ടത്തിൽ കൈത്തറിക്ക് ഉണ്ടായിട്ടുള്ള ഒരു വിലയിടിവുണ്ട്. പക്ഷേ അവിടെ അതിൻ്റെ നെയ്ത്തുകൂലിക്കോ അല്ലെങ്കിൽ അതിൻ്റെ നൂലിനോ ഒന്നും യാതൊരു വിലയില്ല. അതിൻ്റെ ഉൽപ്പാദനം പൂർത്തീകരിച്ച് വിൽക്കുന്ന അവസരത്തിൽ അതിൻ്റെ മുണ്ടിനോ അല്ലെങ്കിൽ ഷർട്ടിനോ ആ തുണിത്തരങ്ങൾക്കും വിലയുടെ കാര്യത്തിലൊന്നും കുറവില്ല. പക്ഷേ തൊഴിലാളി കിട്ടുന്നത് തുച്ഛമായ ആകാശമാണ്. അങ്ങനൊരു സാഹചര്യത്തിലാണ് കൈത്തറി വ്യവസായത്തെ കൂടി സംരക്ഷിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഈ സംരംഭം ആരംഭിച്ചത്. അപ്പോൾ ഇതിൽ 2-3 പ്രശ്നമുണ്ട്. ഒന്ന്,
ഇത് കൈത്തറി നെയ്ത്ത് നടത്തുന്നത് കേരളത്തിലാണ്, അതിൻ്റെ കളർ ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. നമുക്കതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇല്ല. ഇത്രയും മീറ്റർ നേരത്തെ സൂചിപ്പിച്ച പോലുള്ള ഇത്രയും മീറ്റർ തുണി കളർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനം ഇല്ല. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ കാശ് പിന്നെ സമയത്തിന് ചില അവസരങ്ങൾ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും നമ്മുടെ കുടിശ്ശിക കൊടുത്ത് തീർക്കുമ്പോൾ തന്നെയാണ് അവർ ആ കാശും കൊണ്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ കാര്യം ചെയ്യുന്നത്.